ഹലോ, രാജഗോപാലൻ മുതലാളിയുടെ വീടല്ലേ? അതെ, ഞാൻ മകളാണ്. എന്താ കുട്ടിയുടെ പേര്? നന്ദിനി. അച്ഛനോടൊരു വിവരം പറയാനാ ഞാൻ വിളിച്ചത്. പ്രഭ പ്രസവിച്ചു. ദേവി ഹോസ്പിറ്റലിലാണ്. എന്തു കുട്ടിയാ? പെൺകുട്ടി. ആരാ സംസാരിക്കുന്നേ? സുനിലിന്റെ അമ്മ വിളിച്ചു എന്ന് പറഞ്ഞാ മതി. താങ്ക് യു ആന്റി. അച്ഛാ, അച്ഛാ, പ്രഭ ചേച്ചി പ്രസവിച്ചു. പെൺകുട്ടി. ആരാ നിന്നോട് വിളിച്ചു പറഞ്ഞത്? സുനിലിന്റെ അമ്മ വിളിച്ചു എന്ന് അച്ഛനെ അറിയിക്കാൻ പറഞ്ഞു. അച്ഛാ, ലെറ്റ് us സെലിബ്രേറ്റ് ഇറ്റ്. സ്വീറ്റ്സ് വാങ്ങി അടുത്തുള്ള വീടുകളിലൊക്കെ കൊടുക്കണം. എന്നെ കുഞ്ഞമ്മ എന്ന് വിളിക്കാൻ ഒരു കുട്ടിയുണ്ടായില്ലേ? ഐ ആം ലക്കി. നീ അധികം സന്തോഷിക്കുന്നത് നിന്റെ അമ്മ കാണണ്ട. എന്താ കണ്ടാൽ? ഇത് നല്ല കഥ. സന്തോഷിക്കുന്നതിന് അമ്മയുടെ അനുവാദം വേണോ? നിന്റെ മനസ്സ് പ്രഭ കാണുന്നില്ലല്ലോ, നിന്റെ അമ്മയും കാണുന്നില്ല. അതാ അച്ഛന്റെ വിഷമം. അമ്മേ, ഒരു ഹാപ്പി ന്യൂസ്. ഞാൻ കുഞ്ഞമ്മയായി. പ്രഭ ചേച്ചി പ്രസവിച്ചു. ദേവി ഹോസ്പിറ്റലിലാ ചേച്ചി അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. നീ ഫോണിൽ സംസാരിക്കുന്ന കേട്ടപ്പോഴേ നിന്റെ ഫ്രണ്ട്സ് ആയിരിക്കുമെന്നാ ഞാൻ കരുതിയത്. പ്രഭ ചേച്ചിയെ ഞാൻ അകലെന്ന് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഹോസ്പിറ്റലിൽ പോയി ചേച്ചിയും കുഞ്ഞിനെ ഒന്ന് ഒരുമിച്ച് കാണണം. എനിക്ക് ചേച്ചിയോട് സംസാരിക്കണം. മതി, നിർത്ത്. ചേച്ചി പോലും ചേച്ചി. ഈ വീട്ടിൽ നിന്ന് ആരും അവളെ കാണാൻ പോകുന്നില്ല, അത് തീർച്ചയാ. അവൾ എന്നെ നിന്റെ അച്ഛനെ നിഷേധിച്ച് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയവളാ. അമ്മയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ അമ്മ പോണ്ട. എന്നോട് അവിടെ പോണ്ടെന്ന് പറയാൻ അമ്മയ്ക്ക് എന്താ അവകാശം? നീ എന്റെ മോളാണെന്നുള്ള അവകാശം. ഞാൻ അമ്മയുടെ മാത്രം മോളല്ല. ഈ ഇരിക്കുന്നത് എന്റെ അച്ഛനാ. ഞാനും പ്രഭ ചേച്ചിയും ഒരച്ഛന്റെ മക്കളാ. പക്ഷേ പ്രഭ എന്നെ ഇതുവരെ അവളുടെ അമ്മയായിട്ട് അംഗീകരിച്ചിട്ടില്ല. അച്ഛൻ ഇനി മൂന്നാമതൊരു സ്ത്രീയിൽ ഒരു മകൾ കൂടി ജനിച്ച അമ്മ ആ സ്ത്രീയെ അച്ഛന്റെ ഭാര്യയായി അംഗീകരിച്ചു. നിർത്തടി. ഈ നിഷേധമൊക്കെ നീ എവിടുന്ന് പഠിച്ചു? അച്ഛൻ മോൾക്ക് രഹസ്യമായിട്ട് ട്യൂഷൻ എടുക്കുന്നുണ്ടോ? നിങ്ങൾ അമ്മയും മോളും തമ്മിലുള്ള വഴക്കിൽ എന്നെ എന്തിനാ പ്രതിയേർക്കുന്നത്? അമ്മയ്ക്ക് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സാ. അമ്മയോട് ആരാ പറഞ്ഞേ അച്ഛന്റെ രണ്ടാം ഭാര്യയാവാൻ? നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുമ്പിൽ ഞാനൊരു ബിഗ് സീറോ ആണ്. അതിന് കാരണക്കാരി അമ്മയാ. കുസുമ, അവളെ തല്ലരുത്. രാജേട്ടനെ ഇവളെ കൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിപ്പിക്കുന്നത് എനിക്കറിയാം. ഒടുവിൽ നിങ്ങൾ 3 പേര് ഒന്നാവും, ഞാൻ പുറത്തും. കുസുമ എങ്ങനെ പുറത്താവും? ഈ വീട് കുസുമത്തിന്റെ പേരിലല്ലേ? അതെ, എന്റെ പേരിൽ തന്നെയാ. ഞാൻ ഇവിടെ തന്നെ താമസിക്കും, സംശയം വേണ്ട. മോളായി പോയതുകൊണ്ട് ഞാൻ തിരിച്ചു തല്ലില്ലെന്ന അഹങ്കാരം കൊണ്ടല്ലേ അമ്മ എന്നെ വീണ്ടും വീണ്ടും തല്ലുന്നത്. എന്നാ കേട്ടോ, എന്നെ അമ്മ എത്ര അടിച്ചാലും ഞാൻ എന്റെ ചേച്ചിയുടെ കുഞ്ഞിനെ കാണാൻ പോകും 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 പോകും. ചേച്ചി എന്ന് വിളിച്ച് നീ അങ്ങോട്ട് ചെല്ല്. അവള് നിന്റെ മുഖത്ത് തുപ്പും. ആ കുഞ്ഞിനെ ഒന്ന് തൊടാൻ പോലും നിന്നെ അവൾ അനുവദിക്കുന്നു. നീ മോഹിക്കണ്ട. ചേച്ചി എന്നെ തുപ്പിയ പോലും ആ തുപ്പല് വന്ന് വീഴുന്നത് എന്റെ മുഖത്തായിരിക്കില്ല, അമ്മയുടെ മുഖത്തായിരിക്കും. ഞാൻ എത്ര സ്നേഹം കൊടുത്തിട്ട് എന്താ ഫലം? ചോറങ്ങും കൂറിങ്ങുമായിട്ടല്ലേ എന്റെ മോള് വളരുന്നത്. സ്നേഹം വാരിക്കോരി കൊടുക്കുന്നു എന്നൊക്കെ നീ പറയുന്നു, പക്ഷേ അത് എത്തേണ്ടിടത്ത് എത്തുന്നില്ല. ഇടയ്ക്ക് എവിടെയോ ചോർന്നു പോകുന്നു. ആ ചോർച്ച അടയ്ക്കാൻ കഴിയുമോ എന്ന് ആലോചിക്കേ. എന്തിനാ കുട്ട എങ്ങനെ കരയണേ? അപ്പൂപ്പൻ കൊച്ചുമോളെ ഇങ്ങനെ നോക്കി നിന്നാ മാത്രം മതിയോ? കയ്യിലെടുക്കണമെന്ന് വലിയ മോഹം. ഇത്രയും കാലം കൊതിച്ചിരുന്നതല്ലേ ഞാൻ. തീരെ പൊടിയല്ലേ. ഞാൻ കയ്യിലെടുത്താൽ വശക്കേടിൽ എൻ്റെ പൊന്നുമോൾക്ക് വേദനിച്ചാലോ? അങ്ങനെ പേടിക്കണ്ട, കുഞ്ഞിനെ ഞാൻ അനിരുദ്ധന്റെ കയ്യിൽ തരാം. വാടി പൊന്നുമോളെ. ചക്കരേ, അപ്പൂപ്പന്റെ പൊന്നാരേ. പാവം, അച്ഛനും അപ്പൂപ്പനും അമ്മമ്മയും ഒരുമിച്ചാണ് ഇവളെ ലാളിക്കേണ്ടത്. ഗർഭത്തിൽ കിടക്കുമ്പോഴേ അച്ഛൻ തള്ളിപ്പറഞ്ഞ കാര്യം ഇവൾ അറിയുന്നുണ്ടോ? ഞാൻ പറയുന്നത് ഇവൾ ഭാഗ്യവതിയാണെന്ന്. ഇവിടെ അവളുടെ സ്വന്തം അപ്പൂപ്പനുണ്ട്. സ്വന്തം അല്ലേലും അമ്മൂമ്മയുടെ സ്ഥാനത്ത് ഞാനും ഉണ്ട്. പോരാത്തതിന് വളർത്തച്ഛനായി എൻ്റെ മോൻ സുനിലും ഉണ്ട്. പോരെ?
ചക്കരേ. ഇവക്ക് പ്രസാദിന്റെയും പ്രഭയുടെ അച്ഛൻ്റെയൊക്കെ ഛായ. ആ. ആരാ? ഈ കുഞ്ഞിനെ ഞാനൊന്ന് എടുത്തോട്ടെ. പിന്നെന്താ, കുട്ടികളെ എടുത്ത് പരിചയമുണ്ടോ? ഒരു നിമിഷത്തേക്ക് മോളെ എന്റെ കയ്യിൽ ഒന്ന് തരുമോ? ഞാൻ സൂക്ഷിച്ചോളാം. പിടിച്ചോ മോളെ. ആരാ ഇത്? ചക്കരമാവയാണോ? വാവേ, പൊന്നൂട്ടിയാണോ? എന്താ നോക്കുന്നത്? ഞാൻ ആരാന്ന് നിനക്കറിയാവോ? അതെങ്ങനെയാ? നിന്റെ അമ്മയ്ക്ക് പോലും അറിയില്ല ഞാൻ ആരാന്ന്. കുട്ടി ഏതാ? അടുത്ത റൂമിൽ കിടക്കുന്ന രേവതിയുടെ ആരെങ്കിലും ആണോ? അല്ല, ഞാൻ ഈ മുറിയിലേക്ക് തന്നെയാ വന്നത്. ഞാൻ ഇവളുടെ കുഞ്ഞമ്മയാ. ആ കട്ടിലിൽ കിടക്കുന്നത് എന്റെ ചേച്ചിയാ. നന്ദിനി. അതെ, ചേച്ചി എന്നെ കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ ദൂരെ നിന്ന് ചേച്ചിയെ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. അടുത്ത് വരാൻ ധൈര്യമില്ലായിരുന്നു. ഒരച്ഛന്റെ മക്കളാണ് നമ്മളെങ്കിലും എന്റെ അമ്മയുടെ സ്വഭാവം കൊണ്ട് ചേച്ചിക്ക് ഞാൻ ആരാണെന്ന് അറിഞ്ഞാൽ ദേഷ്യമേ ഉണ്ടാവൂന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ ചേച്ചി പ്രസവിച്ചു എന്നറിഞ്ഞപ്പോ ചീത്ത കേട്ടാലും വേണ്ടില്ല, ഇവളെ കണ്ടേ പറ്റൂന്ന് തോന്നി. മോളെ, പ്രഭ പ്രസവിച്ച വിവരം നിന്നോട് വിളിച്ചു പറഞ്ഞത് ഞാനാ. ചേച്ചി, എന്നോട് ദേഷ്യമുണ്ടെങ്കിലും മോളെ എന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചെടുക്കരുത്. എന്നോട് ക്ഷമിക്കും മോളെ. നീ എന്നേക്കാൾ വളരെ ഇളയതാ. പക്ഷെ നിന്റെ മനസ്സിലുള്ള നന്മ എന്റെ മനസ്സിലില്ല. ആ, ഇവിടെ മതി. ദാ, എന്നെ ധിക്കരിച്ച് നീ ആ നിഷേധിയെ കാണാൻ പോയല്ലേ? അങ്ങനെ അങ്ങ് മിടിക്കാവാൻ നോക്കണ്ട. പ്രഭയെ പോലെ നിഷേധി എനിക്ക് മകളായി വേണ്ട. അവളെ പോലെ ആവാൻ ഞാൻ നിന്നെ അനുവദിക്കൊന്നും കരുതണ്ട. ഇങ്ങോട്ട് വാടി. അമ്മേ, അത്രയ്ക്ക് അഹങ്കാരം നിനക്ക്. നീ പോവല്ലേ? പോവോ? ഇനി പോവോ? മതി, കുറെ ദിവസങ്ങളായി ഞാനിത് കാണാൻ തുടങ്ങിയിട്ട്. ഇവള് ബോർഡിംഗ് എന്ന് വന്ന ദിവസം തുടങ്ങിയതാ നിന്റെ ഈ കലി. ഇനി ഇവളെ തല്ലരുത്. അച്ഛൻ എന്തിനാ തടസ്സം പിടിക്കുന്നേ? അമ്മ എന്നെ തല്ലട്ടെ, തല്ലിക്കൊല്ലട്ടെ. അങ്ങനെയെങ്കിലും അമ്മയുടെ കോംപ്ലക്സ് മാറുമെങ്കിൽ മാറട്ടെ. കോംപ്ലക്സ് പോലും കോംപ്ലക്സ്. ഇനി ആ ബാക്കി വീട്ടിൽ കേട്ടു പോകരുത്. നന്ദി കെട്ടവൾ, സ്നേഹമില്ലാത്തവൾ. കഴിഞ്ഞ 15 കൊല്ലം ഞാൻ അനുഭവിച്ച അപവാദങ്ങൾക്കും നിന്ദയ്ക്കും ദുഃഖങ്ങൾക്കും കണക്കില്ല. എല്ലാം നിനക്ക് വേണ്ടി, നിനക്ക് വേണ്ടി മാത്രം. എന്തിന്? എനിക്ക് വേണ്ടി എന്തിനമ്മ ഇതെല്ലാം സഹിച്ചു? മായയായി വന്ന് ഞാൻ അമ്മയോട് അപേക്ഷിച്ചോ എന്നെ ഒന്ന് ഗർഭം ധരിച്ച് പ്രസവിച്ച് തരണേന്ന്? അമ്മയുടെ സെൽഫിഷ്നെസ്, അതെ, സ്വാർത്ഥത. പണക്കാരനായ ഒരു മനുഷ്യനെ പാട്ടിലാക്കാൻ വേണ്ടി അമ്മ എന്നെ കരുവാക്കി. അതല്ലേ സത്യം? എടി, നിന്നെ ഞാൻ- അയ്യോ, എടി, നന്ദിയില്ലാത്തവളെ. അച്ഛോ. അച്ഛൻ ഈ തല്ല് കൊള്ളേണ്ടവനാണ് മോളെ.
സത്യത്തിൽ ഇവൾ നിന്നെ ഇങ്ങനെ തല്ലുന്നത് എന്നെ തല്ലാൻ വയ്യാത്തത് കൊണ്ടാണ്. മോളിരിക്കെ. മോളെ, നീ ചേച്ചിയുടെ കുഞ്ഞിനെ കണ്ടോ? കണ്ടു. അവളെ ഞാൻ എന്റെ കയ്യിലെടുത്ത് ഏറെ നേരം കൊഞ്ചിക്കുകയും ചെയ്തു. പ്രഭ എതിരൊന്നും പറഞ്ഞില്ലേ? ഇല്ല, ഞങ്ങള് രണ്ടുപേരും കരഞ്ഞു. ചേച്ചി എന്റെ തലയിൽ തലോടി പോരുമ്പോ എനിക്കൊരു ഉമ്മയും തന്നു. മോളെ, കുഞ്ഞിനാരുടെ ചായ മോള് ശ്രദ്ധിച്ചോ? എനിക്ക് തോന്നുന്നത് അച്ഛന്റെയും പ്രസാദേട്ടന്റെയും ഒരു മിക്സ് ആണെന്നാ. സുനിലിന് പിറന്ന കുട്ടിക്ക് പ്രസാദിന്റെ ചായ എങ്ങനെ വരും? ഓ എന്റെ കുസുമം, നിന്റെ ഈ ദുഷിച്ച സംസാരം ഒന്ന് നിർത്തുവോ? എന്റെ മകളുടെ കുട്ടിയുടെ അച്ഛൻ ആരാണെന്ന് നീയാണോ നിശ്ചയിക്കുന്നത്? ഞാനല്ല, പ്രസാദും അവന്റെ അമ്മ സരോജവുമാ ആ കഥ നാട് നീളെ പറഞ്ഞു നടക്കുന്നത്. പ്രഭ പതിവ്രതയാണെങ്കിൽ ആ കോമളം എന്തിനാ അവളുടെ വീട്ടിൽ പോയി നിൽക്കുന്നത്? പ്രഭയെ എന്തിനാ സുനിലിന്റെ വീട്ടിൽ താമസിപ്പിച്ചിരിക്കുന്നത്? പറയണം. ആ കൊച്ചു സുനിലിന്റെ താൽ സ്വരൂപായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ ആരുടെ തനി സ്വരൂപോ? എനിക്ക് അച്ഛന്റെ ഒരു ചായ ഇല്ലെന്നാണല്ലോ എന്റെ ഫ്രണ്ട്സ് പറയുന്നത്. നിന്നെ ഞാൻ കൊല്ലൂടി. കഴിഞ്ഞ ജന്മത്തിൽ എന്റെ ശത്രുവാ നീ. ഈ ജന്മം വന്ന് എന്റെ മോളായി ജനിച്ചതാ, യാതൊരു സംശയമില്ല. എന്തിനാ നമുക്ക് ഓരോ ഓർമ്മയില്ലാത്ത കഴിഞ്ഞ ജന്മത്തിലേക്ക് പോകുന്നേ? ഈ ജന്മത്തിലും നമ്മൾ ശത്രുക്കൾ തന്നെയാ. കുസുമ, തറയിൽ നിന്ന് എഴുന്നേൽക്ക്. ആ വാതില് പോലും അടച്ചിട്ടില്ല. ആരെങ്കിലും ഇങ്ങോട്ട് കയറി വന്ന് കണ്ടാലുള്ള സ്ഥിതി എന്താ? അയ്യോ, എനിക്കാരുമില്ല, എനിക്കാരുമില്ല, എനിക്കാരുമില്ല. അവിടെ പോയി, എനിക്കാരുമില്ല. അയ്യോ, എനിക്കാരുമില്ല. பாலு உறங்க நல்ல தூக்கம். நிறைய தண்ணி போட்டு தான் வந்தார். சாப்பாட்டுக்கு கூட வரல. ആ വേലക്കാരി ചതിക്കോ? அவன் ஏன் சம்சாரம் சார். அப்படியா? നീ നേരെ ബാലുവിന്റെ ബെഡ്റൂമിലേക്ക് പൊയ്ക്കോ. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. നീ ബാലുവിന്റെ കൂടെയാണ് ഇവിടെ വന്നത്. നിന്നെ അന്വേഷിച്ച് ഞങ്ങൾ പിന്നാലെ വന്നു. ആ സർവന്റ് പറഞ്ഞു കേട്ടില്ലേ, നല്ലതുപോലെ മദ്യപിച്ചിട്ടാണ് ബാലു വന്നതെന്ന്. അതുകൊണ്ട് അവന്റെ കൂടെയാണ് നീ വന്നതെന്ന് തറപ്പിച്ച് പറയണം. കുടിയം പേച്ച് വിടിഞ്ചാ പോച്ച് എന്നാ ചൊല്ല്. ബെസ്റ്റ് ഓഫ് ലക്ക്. ഉൻ സംസാരത്തെ കൂപ്പിട്. ஏய் இங்க வா. இது எதுக்குன்னு தெரியுமா? தெரியாது. பாலு சார் எப்ப கேட்டாலும் பாலுவும் ஹேமாவும் சேர்ந்து தான் வந்தாருன்னு சொல்லணும். புரியுதா? புரியுது சார். ஆ. எல்லாம் ஏற்கனவே நான் சொல்லி கொடுத்துருக்கேன் சார்.
രാകേഷ്, യാതൊരു ടെൻഷനും വേണ്ട. 1000 നുണ പറഞ്ഞും ഒരു കല്യാണം നടത്താം എന്ന് തമിഴിലൊരു പഴഞ്ചൊല്ലുണ്ട്. ആ, നീ ഒരു നുണയല്ലേ പറയുന്നുള്ളൂ. നമുക്കൊന്ന് മുകളിലേക്ക് പോയാലോ? നീ വാ. ഹേമേ, ഡി ഹേമേ, ഡി ഹേമേ, ബാലു. ഹേമേ, കുടുംബത്തിന്റെ മാനം കെടുത്തുന്ന മൂദേവി, ഈ നിമിഷം വരെ നിന്റെ ഇഷ്ടമായിരുന്നു എന്റെ ഇഷ്ടം. നിനക്ക് ഞാൻ അമിതമായ സ്വാതന്ത്ര്യം തന്നു. അതിന്റെ ഫലം ഞാൻ അനുഭവിച്ചു. വാട്ട് ഈസ് ദിസ്? രാകേഷ്, നീ എന്തിനാ ഹേമ അടിക്കുന്നത്? ഹേമ, നീ എപ്പോഴാ വന്നത്? എന്താ ബാലു ഇങ്ങനെ പെരുമാറുന്നത്? നമ്മൾ രണ്ടും ഒരുമിച്ചല്ലേ വന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. നീ എന്റെ അനിയത്തിയെ നശിപ്പിച്ചു. വിവാഹത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോ വി ആർ ജസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയും. ഫ്രണ്ട്സ് ഇങ്ങനെയാണോ പെരുമാറുന്നത്? നീയും ഹേമയും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ എംബ്രേസ് ചെയ്ത് കിടക്കുന്ന കാഴ്ച ഞാനും ത്യാഗവും കണ്ടു കഴിഞ്ഞു. ഇനി നീ പറയോടാ നിങ്ങൾ വെറും ഫ്രണ്ട്സ് മാത്രമാണെന്ന്? സത്യത്തിൽ ഇവിടെ എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. കുടിച്ച് ലെക്ക് കെട്ട നിന്നെ റെസ്റ്റോറന്റിന്റെ മുമ്പിൽ വെച്ച് ഹേമ കണ്ടു. ഹേമയും നീ ഒരുമിച്ചാ ഇവിടെ വന്നത്. സംശയം ഉണ്ടെങ്കിൽ നീ നിന്റെ ജോലിക്കാരെ വിളിച്ച് ചോദിക്ക. എടാ, എന്റെ പെങ്ങളെ രഹസ്യ ഭാര്യയാക്കി പുറമെ പകൽമാന്യനായിട്ട് നടക്കാൻ നിന്നെ ഞാൻ അനുവദിക്കുന്നു നീ കരുതണ്ട. പിന്നെ നമ്മൾ രണ്ടുപേരിൽ ഒരാളെ ജീവിച്ചിരിക്കും.